അപ്പൊ ഇതിനെ സംബന്ധിച്ചുള്ള നഷ്ടപരിഹാരം, പരിസ്ഥിതിയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ അടങ്ങിയിരിക്കുന്ന ഈ കെമിക്കല്, ഇതൊന്നും നീക്കം ചെയ്യുന്നതിന് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അഡ്മിറാൽറ്റി സൂട്ട് കൊടുത്തതിന് ശേഷം ഒരു എഫ്ഐആർ ഇട്ടത് തന്നെ വളരെ വൈകിയാണ്. പിന്നെ ഇപ്പോൾ കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ ഈ പ്ലാസ്റ്റിക് പെല്ലറ്റുകളും ഇതിന്റെ ഈ ഓയിൽ കണ്ടന്റുകളും ഇപ്പൊ മൺസൂൺ തുടങ്ങിയപ്പോൾ അടിയൊഴുക്ക് വർദ്ധിച്ചപ്പോൾ അത് തീരത്തടിയും. ഇറ്റ്സ് എ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നമ്മൾ തന്നെ ആരോപണവും ആക്ഷേപവും ഉന്നയിച്ചിട്ടുള്ള പ്രശ്നമാണ്. ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, നമ്മുടെ പാരിസ്ഥിതികമായിട്ട് ഒരുപാട് ആഘാതം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ മുഴുവൻ ഉറപ്പായി പരിശോധിച്ച് വേണ്ടി വന്നാൽ അഡ്മിറാൽറ്റി സൂട്ട് അമെൻഡ് ചെയ്ത് ഇപ്പോൾ ഫയൽ ചെയ്തേക്കുന്ന അഡ്മിറാൽറ്റി സൂട്ട് അത് തന്നെ അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ കൂടെ സമ്മർദ്ദം കൊണ്ടാണ് ഈ അഡ്മിറാൽറ്റി സൂട്ട് തന്നെ ഫയൽ ചെയ്ത് മടിയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതൊന്നുകൂടി ഗൗരവമായി പരിശോധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പാരിസ്ഥിതിക ദുരന്തങ്ങൾ കൂടി അതിനകത്ത് ആ സൂട്ട് പരിശോധിച്ച് ആ സൂട്ടിലില്ലെങ്കിൽ ആ സൂട്ട് അനുമതിയോടുകൂടി കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിയുടെ അനുമതിയോടുകൂടി അതുകൂടി അമെൻഡ് ചെയ്ത് വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്യും. ഇതെല്ലാം ഭരണപരമായ തീരുമാനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം എടുത്തിരിക്കുന്നത് കളക്ടർമാരുടെ ഡ്യൂ വന്നു. ഇപ്പോൾ ഓഫീസേഴ്സ് എല്ലാം റെഡിയാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ കളക്ടർമാരെ നിയമിക്കാൻ പറഞ്ഞു. സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് നിയമിക്കാൻ പറഞ്ഞത്. ബാക്കിയുള്ള സ്ഥലത്ത് ഈ കളക്ടർ സ്ഥാനത്ത് മാറുന്ന ആളുകൾക്ക് പല സ്ഥലങ്ങളും കൊടുത്തു. ഉദ്യോഗസ്ഥന്മാരുടെ ഡിപ്ലോയ്മെൻ്റ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വകുപ്പുകൾ വെച്ചതിനെ റാഷണലൈസ് ചെയ്യണം. ഓരോ മന്ത്രിമാർക്കും ഇപ്പോൾ 3-4 സെക്രട്ടറിമാരുണ്ട്. എൻ്റെ വകുപ്പുകൾ തന്നെ ഏകദേശം 8-9 സെക്രട്ടറിമാരുണ്ട്. അങ്ങനെ ഭരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഈ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വകുപ്പുകൾ റാഷണലൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓരോ വകുപ്പ് എടുത്ത് ഓരോ മന്ത്രിമാരുടെയും വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ അറിയാം അവിടെ ചിലപ്പോൾ 3-4 സെക്രട്ടറിമാരാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷാമമുണ്ട് കേരളത്തിൽ IASകാരുടെ ക്ഷാമമുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷ്മമായി പരിശോധിച്ച് മന്ത്രിമാരെയും കൂടി അഭിപ്രായങ്ങൾ അതാത് വകുപ്പുകളുടെ കൂടി അഭിപ്രായങ്ങൾ കൂടെ പരിഗണിച്ചിട്ടുള്ളൊരു ഡിപ്ലോയ്മെൻ്റാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മന്ത്രിസഭയിൽ വെക്കേണ്ട കാര്യങ്ങൾ മന്ത്രിസഭയിൽ വയ്ക്കും, അല്ലാതെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കും. പിന്നെ ഈ ചോദ്യം ചോദിച്ചല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരം തീരുമാനങ്ങൾ എവിടെ എടുത്തിരുന്നത്? മന്ത്രിസഭയിൽ വെച്ചിട്ടാണ് എടുത്തിരുന്നത്. അല്ലല്ല അതൊന്നുമില്ല. എവിടെയാണ് തീരുമാനം എടുത്തിരുന്നത് കഴിഞ്ഞ 10 വർഷം? അല്ല 10 വർഷം എവിടെ തീരുമാനം എടുത്തിരുന്നത്? അല്ലല്ല, അതിനൊരു പ്രൊസീജിയർ ഉണ്ടെന്നേ. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് തീരുമാനം എടുക്കേണ്ട സ്ഥലം അതാണ്. ആ സ്ഥലത്ത് തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുണ്ടാക്കുന്ന വിവാദങ്ങളല്ല, ഒന്നുമില്ല. തീർച്ചയായിട്ടും നല്ല ചോദ്യം. അതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അവിടെ ഒരു സമരം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി ആ സമരം കണ്ടിട്ട്. മുൻ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾ അവിടെ പോയി സമരം ഇരുന്നു. ഈ സംഭവം നടക്കുന്നത് ഞങ്ങൾ സത്യപ്രതിജ്ഞേൻ്റെ അടുത്ത ദിവസമല്ലേ അല്ലേ? അത് 15ാമത്തെ പോക്കാണ് അവർ റിക്കവറി നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്, ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ജപ്തിയല്ല, അവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി, എവിക്ഷന് വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്ന സമയത്ത് 14 പ്രാവശ്യം കോടതി ഉത്തരവനുസരിച്ചിട്ട് ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 14 പ്രാവശ്യം. ആ ഗവൺമെൻറ് ഒരു ചെറുവിരൽ ഈ വിഷയം തീർക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. ചെറുവിരൽ അനക്കിയിട്ടില്ല. ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതൊരു പ്രൈവറ്റ് കേസാണെന്നുള്ളതാണ്. പ്രൈവറ്റ് കേസാണ്. സ്വകാര്യ വ്യക്തി അവർക്കെതിരായിട്ട് അവരുടെ സ്ഥലം കയറിയെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന കേസാണ്. 14 പ്രാവശ്യവും ഇത് അന്വേഷിക്കാത്ത ആളുകൾ ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന് പിറ്റേ ദിവസം 15ാമത്തെ പ്രാവശ്യം സുപ്രീം കോടതിയും കൂടി ചെയ്തേക്കുന്ന ഉത്തരവാണ്. പോയപ്പോൾ ഇപ്പോൾ ഭയങ്കര സമരം. ഞങ്ങൾ ആ ഗവൺമെൻറ് ചെയ്ത പോലെ 14 പ്രാവശ്യവും നിരുത്തരവാദിത്തപരമായ നിലപാടെടുത്ത കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ല ഞങ്ങളെന്താ ചെയ്തത്? അടിയന്തരമായി എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിനെ കൊണ്ട് മീറ്റിംഗ് വിളിപ്പിച്ചു.
ഞങ്ങൾ പരിശോധിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഞങ്ങളുടെ തീരുമാനം എന്താണെന്നറിയോ? കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല. അതാണ് തീരുമാനം. അതിലവരോട് ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ചു. അവർക്ക് കോടതി ഉത്തരവല്ലേ നടപ്പാക്കിയാൽ നിങ്ങൾക്ക് പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും. അവരെ തെരുവിലേക്ക് വിടില്ല. ഇങ്ങനൊരു തീരുമാനം കഴിഞ്ഞ ഗവൺമെൻറ് എടുത്തിട്ടുണ്ടോ? 14 പ്രാവശ്യം വന്നിട്ടും ഒറ്റ പ്രാവശ്യമാണ് ഞങ്ങളുടെ ഗവൺമെൻറ്റുള്ളപ്പോൾ ഈ സംഭവം വന്നത്. ഞങ്ങൾ ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നറിയോ? ഇതിൻ്റെ അകത്ത് ഈ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ, ഇരകളായിട്ടുള്ള ആളുകൾ, അവർക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുള്ള വ്യക്തിയായിട്ട് ഞങ്ങൾ സംസാരിച്ചു ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട്. ഈ ചുരുങ്ങിയ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ ഗവൺമെൻറ് ചെയ്തതാണ്. 2 കൂട്ടരുമായിട്ട് സംസാരിച്ചു. AGയോട് അതിൻ്റെ നിയമപരമായ പൊസിഷൻ പരിശോധിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിനെ ഇടപെടാൻ പറ്റുമോ എന്ന് പരിശോധിക്കുകയാണ്. കുറച്ച് സമയം കൂടി ലഭ്യമാകുമോ എന്ന് പരിശോധിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ഗവൺമെൻറ് ഒരു വിഷയം വന്നപ്പോൾ റെസ്പോണ്ട് ചെയ്തത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവിടെ പോയി മന്ത്രിമാർ, പഴയ ഗവൺമെൻറ്റിലെ മന്ത്രിമാർ അവിടെ ഇരിക്കുക. ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു, വ്യവസായ മന്ത്രി. അദ്ദേഹമാണ് ആദ്യം അവിടെ പോയത്. ഈ 14 പ്രാവശ്യം അവരെ കുടിയൊഴിപ്പിക്കാൻ പോയപ്പോൾ എന്ത് ചെയ്തു ഇവരെല്ലാം? ഞാൻ അധികം രാഷ്ട്രീയമൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ അല്ല, ഇതൊന്നും നിങ്ങളാരും പറയുന്നില്ല.